ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ക്ലോത്ത് വെച്ചിട്ട് നല്ലൊരു ടോട്ട് ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ടോട്ട് ബാഗിൻ്റെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. മെയിൻ ഫാബ്രിക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാച്ച് വർക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. സ്റ്റിഫ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കോളറിനൊക്കെ വെക്കുന്ന ക്ലോത്തിൻ്റെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സിബും റണ്ണറും എടുക്കണം. ഇനി ഹാൻഡിലിന് വേണ്ടിയിട്ട് 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ വഴിയെ പറയാം. ഇനി ഇതിൻ്റെ ഒരു സ്റ്റിഫ്നെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് പേപ്പറിൻ്റെ ക്യാൻവാസ് എടുക്കാം. പേപ്പർ ക്യാൻവാസ് വലിയ കട്ടിയുള്ളതല്ല. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളത് ക്ലോത്തിൻ്റെ ക്യാൻവാസാണ്. അത് കുറച്ചുകൂടി കട്ടിയുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ അളവുകളൊക്കെ നോക്കാം. 18 ഇഞ്ച് നീളവും 15 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഹാൻഡിലിന് 4 ഇഞ്ച് വീതിയും 28 ഇഞ്ച് നീളവും എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 പീസ് ക്ലോത്ത് കൂടി അധികം എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ടുള്ള പാച്ച് വർക്ക് ക്ലോത്തിന് ഒട്ടും കട്ടിയില്ലാത്തതാണ്. അപ്പം കുറച്ച് കട്ടി കുറവാണൊക്കെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഈ ക്ലോത്തും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുക്കുകയുള്ളൂ. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തുണി വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾ കട്ടിയുള്ള ക്ലോത്താണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. 2 ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം അധികം വരുന്ന ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. ക്യാൻവാസിൻ്റെ മിനുസമുള്ള വശം തുണിയുടെ ചീത്ത വശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഇനി ബാക്കി വരുന്ന ക്ലോത്ത് അങ്ങ് വെട്ടി മാറ്റാം. ഇതിൻ്റെ മുകളിലൂടെ 4 വശത്ത് ഓരോ സ്റ്റിച്ച് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനി 2 കോർണറിലും 1.5 ഇഞ്ച് നീളവും വീതി എടുത്ത് ഒരു സ്ക്വയർ വരച്ച് അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം. ലൈനിങ്ങിലും അതുപോലെ തന്നെ ചെയ്യണം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഹാൻഡിലിന് നമുക്ക് പേപ്പർ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ 4 ഇഞ്ച് വീതിയുള്ള പേപ്പർ ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് 2ആയിട്ട് മടക്കി കൊടുക്കണം. ഇത് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും മടക്കി എടുക്കാനായിട്ട്. ഇനി ഇതൊന്നുകൂടി 2 വശങ്ങളിലേക്ക് മടക്കിയെടുക്കണം. ഇത് ഫുള്ളായിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി മടക്കി കൊടുക്കണം. ഇനി 2 സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 ഹാൻഡിൽ ഇതുപോലെ തന്നെ മടക്കി എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് 2 വശങ്ങളിലും 3 ഇഞ്ച് നീളത്തിൽ അടയാളപ്പെടുത്താം. ഇനി നമുക്കിതിലേക്ക് ഹാൻഡിൽ വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന കണക്ക് കറക്റ്റ് ആ 3 ഇഞ്ച് നീളത്തിൽ
അളവെടുത്തതിനകത്തോട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് വശത്തും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ടും ബാക്കും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സിബ് വെച്ച് കൊടുക്കാം. സിബ് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് വശവും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് പതിച്ചൊന്ന് തയ്ച്ചെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് പിടിച്ചതിന് ശേഷം കുറച്ച് ബാലൻസ് ഉള്ള അങ്ങ് വെട്ടിക്കളയാം. അതിനുശേഷം റണ്ണർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം റണ്ണർ ഇതുപോലെ ഒരു പ്രാവശ്യം കയറ്റി ഇറക്കിയതിന് ശേഷം രണ്ടാമതൊന്നും കൂടി കയറ്റി സെൻറ്ററിൽ റണ്ണർ വരത്തക്ക രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും രണ്ടായിട്ട് പിടിച്ചതിന് ശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ആ ബോക്സ് പോലെ വെട്ടിയത് അവിടെ ഭാഗത്ത് തയ്ക്കേണ്ട, ബാക്കി 3 വശവും കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാം. ഇനി ലൈനിങ്ങിൽ ഒരു ഭാഗത്ത് കുറച്ച് ഓപ്പണിംഗ് കൊടുത്തതിന് ശേഷം ബാക്കി 2 സൈഡും തയ്ച്ചെടുക്കാം. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സൈഡിൽ നമ്മൾ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണം നമുക്ക് ഇത് ബാഗ് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ ബോക്സ് പോലെ വെട്ടിയെടുത്ത ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം അവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരു 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ലൈനിങ്ങിലും അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് കോർണർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിലും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും കറക്റ്റായിട്ട് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഓപ്പണിംഗ് കൊടുത്തിടം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഓപ്പണിംഗ് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടോൾ ബാഗിൻ്റെ പണി കഴിഞ്ഞു. നിങ്ങൾക്കിതുപോലത്തുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.